കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊടുക്കുന്നത്. അതിൽ സുരേഷ് കുമാർ വന്നിരുന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മലയാള സിനിമ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 100 കോടി ക്ലബ്ബുകളെല്ലാം വെറും പൊള്ളയാണ്. പലപ്പോഴും നിർമ്മിക്കുന്ന സിനിമകൾക്ക് അതിന് ചിലവാക്കുന്ന ഒരു തുകയുടെ അംശം പോലും ലഭിക്കുന്നില്ല എന്നെല്ലാം അദ്ദേഹം പരാതി പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് അതിനെതിരെ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. സുരേഷ് കുമാർ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. അതായത് നിർമ്മാതാക്കളുടെ സംഘടന മുഴുവനായി ചേർന്ന് സിനിമയിൽ ഒരു സമരം നടത്താൻ പോകുന്നത്. കാരണം ഇത് തന്നെയാണ്, അതായത് താരങ്ങളുടെ അമിതമായിട്ടുള്ള പൈസ വാങ്ങൽ, അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമരത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സമരങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്, അത് 1000-ലേറെ കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. ഇന്ന് വീണ്ടും നിർമ്മാതാക്കളുടെ സംഘടനകൾ ആന്റണി പെരുമ്പാവൂരിനെ എതിർത്ത് പറഞ്ഞിരിക്കുന്നു. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടന ഏകദേശം 300ഓളം പേരുണ്ട്, അതുകൂടാതെ ചേംബറിൽ 600ഓളം പേരുണ്ട്. ഇവർക്കാർക്കുമില്ലാത്ത വേവലാതി എന്തിനാണ് ആന്റണി പെരുമ്പാവൂരിന് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിർമ്മാതാക്കളുടെ സംഘടനകളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസ്വാരസ്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നിലവിൽ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കൊണ്ട് സുരേഷ് കുമാറിന്റെ പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല, നിർമ്മാണ ആ ഒരു മേഖലയിൽ എല്ലാവരും, സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, നിർമ്മാണ സംഘടന മുഴുവനായിട്ടുള്ള തീരുമാനം തന്നെയാണ്. നമ്മുടെ ആന്റണി പെരുമ്പാവൂർ പല മുഖ്യ താരങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റു വേലകൾ എന്തോ വിടുപണി ചെയ്യുന്ന, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയായിട്ട് അദ്ദേഹം വന്നത്. ബാക്കി എല്ലാവരുമായിട്ടും ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സമരത്തിലേക്ക് കടക്കാന്ന് താൻ പറഞ്ഞതെന്നാണ് സുരേഷ് കുമാർ. അല്ല, അത് മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്തിട്ട് പൃഥ്വിരാജ് ആണെങ്കിലും ഉണ്ണിമുകുന്ദൻ ആണെങ്കിലും അങ്ങനെ കുറെ താരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തേണ്ടതായിരുന്നില്ല. തീർച്ചയായിട്ടും. കാരണം ഇവർ ഉൾപ്പെടെ അല്ലാത്ത ഒരുപാട് നിരവധി താരങ്ങൾ തന്നെ തങ്ങളുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. സുരേഷ് കുമാറിന്റെ ചില പ്രസ്താവനകളൊന്നും യോജിക്കാൻ പറ്റാത്തതാണ് പലതും, അല്ലെങ്കിൽ ആ ഒരു സംഘടനയിലെ ചിലരോട് മാത്രം ആലോചിച്ചെടുത്തതാണെന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ സിനിമകളും സംവിധാനം, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ അറിയാം, ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എമ്പുരാൻ സിനിമ വരാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ എമ്പുരാന് വേണ്ടുന്ന കണക്കുകളുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അദ്ദേഹം ഇടപെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുരേഷ് കുമാർ ആരാണ് എമ്പുരാനെ കുറിച്ച് ചർച്ച ചെയ്യാൻ? താൻ പോലും പൊതുവേദിയിൽ എമ്പുരാന്റെ ചിലവുകളെ കുറിച്ചോ കണക്കുകളെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ സുരേഷ് കുമാർ എന്ന വ്യക്തിക്ക് എന്ത് അധികാരമാണ് എമ്പുരാനെ കുറിച്ച് പറയാനെന്നാണ് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ആന്റണി പെരുമ്പാവൂരാണ് അതിന്റെ നിർമ്മാണം ചെയ്യുന്നത്. അദ്ദേഹമാണ് അതിന്റെ പ്രോഫിറ്റിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റിയും, അല്ലെങ്കിൽ ടെക്നിക്കൽ ചെലവുകളെ പറ്റിയും, അല്ലെങ്കിൽ നായകൻ എത്ര കൊടുക്കണം, അല്ലെങ്കിൽ സംവിധായകൻ എത്ര കൊടുക്കണം, ഇതൊക്കെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയേണ്ടതും ആന്റണി പെരുമ്പാവൂർ തന്നെയാണ്. അല്ലെങ്കിൽ സുരേഷ് കുമാർ ഇതിനെപ്പറ്റി ഒരു മുന്നോട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കും, ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ്, എമ്പുരാനും അതിലൊരു വിഷയമാണ് എന്ന് നേരത്തെ ആന്റണി പെരുമ്പാവൂരിനോട് പറയണമായിരുന്നു. അത് പറയാതെ വന്നിരുന്നത് പറഞ്ഞത് തെറ്റായ കാര്യം തന്നെയാണ്. എന്നിട്ട് പിന്നീട് ഇപ്പോ ഒരു പ്രസ്താവനയായിട്ട്, കാരണം സുരേഷ് കുമാറിന് എന്തെങ്കിലും പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കണം കയ്യിൽ നിന്ന്. പക്ഷേ അല്ല, എനിക്ക് തോന്നും അവര് സംഘടനകളെല്ലാം കൂടെ തീരുമാനിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ദിവസവും 100 കണക്കിന് ചിത്രങ്ങളാണ് ഓരോ തിയേറ്ററുകളുമായിട്ട് പ്രദർശിപ്പിക്കുന്നത്. എല്ലാ സിനിമകൾക്കും വേണ്ടത്ര ജനപിന്തുണ ലഭിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാവരും ആ സിനിമകളെ ഏറ്റെടുക്കാറില്ല. പലപ്പോഴും നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് അറിയാൻ കഴിയില്ല. കാരണം ദിവസവും 100 കണക്കിന് സിനിമകളാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ വലിയ രീതിയിലുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയിൽ വരുന്നുണ്ട്. പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ എല്ലാം മലയാള സിനിമയിലൂടെ വന്നു പോകുന്നുണ്ട്. ഒരുപാട് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഉള്ള ഒരു വിഷയമാണ് സുരേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരുപാട് നിർമ്മാതാക്കൾ കാശ് മുടക്കി ഒരുപാട് സിനിമകൾ എടുത്തതിന് ശേഷം ആ സിനിമകളൊന്നും തിയേറ്ററിൽ പോയി വിജയിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അദ്ദേഹം അതിനകത്ത് ഈ റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കണം. ജനങ്ങൾ ഏറ്റെടുക്കണ്ടേ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടേ സിനിമ? അത് കൃത്യമായിട്ടൊരു ഒരു അറിവില്ല, അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റി ചിന്തിക്കാതെ സുരേഷ് കുമാർ വന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. കാരണം പല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 2024 വലിയ വിജയം കൈവരിച്ച ഒരു സിനിമയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിന്നൽ മുരളി ആണെങ്കിലും മാർക്കോ ആണെങ്കിലും
ഈ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കഥയാണെങ്കിലും രീതിയാണെങ്കിലും വ്യത്യസ്തപരമായിട്ടുള്ളതാണ്. ആടുജീവിതം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ക്ലാസിക് മൂവി പോലത്തെ ഒരു കാര്യമാണ്. അതിന് അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്കോ എന്ന് പറയുന്നത് കൃത്യമായി വയലൻസ് ഒക്കെ കൂടിയ ആ ഒരു മാസ് പടം, മാസ് മസാല പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് മാർക്കോ. മിന്നൽ മുരളി ആണെങ്കിൽ എന്റർടൈൻമെന്റ് പ്ലസ് മാസ് ആ ഒരു രീതിയിലേക്കാണ് അത് പോകുന്നത്. കാരണം 3 വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ. ഇത് എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും, നല്ല രീതിയിൽ വിജയിക്കും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, താരങ്ങൾ കൊടുക്കുന്ന വലിയ രീതിയിലുള്ള പൈസ അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വലിയ പൈസകളാണ്. ആ വലിയ താരങ്ങൾക്കനുസരിച്ച് വലിയ വലിയ പൈസകൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ താരങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല സിനിമകളും വിജയിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ ഒരു കഥയും ഇല്ലെങ്കിലും താരങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് മാത്രം ഓടുന്ന എന്തോരം സിനിമകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നല്ല സിനിമകളാണെങ്കിൽ അത് ചെറിയ ബഡ്ജറ്റിൽ വരുന്നതാണെങ്കിലും ബിഗ് ബഡ്ജറ്റിൽ വരുന്നതാണെങ്കിലും താരമൂല്യം ഇല്ലെങ്കിലും ആ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട്. അതും മറ്റൊരു കാര്യമാണ്. അങ്ങനെ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. കാരണം ഹോം സിനിമ തന്നെ അതൊരു ചെറിയ കഥയാണ്. ആ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പ്രൊമോഷൻസ് ഒന്നും അധികം കണ്ടിട്ടില്ല സിനിമ. പക്ഷെ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതൊരു ഫാമിലി സിനിമയായി മാറി. ഒരുപാട് ആൾക്കാർ സ്വീകരിച്ചൊരു സിനിമയാണ് ഹോം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു കൂട്ടം സിനിമകൾ വരുന്നു. അത് എല്ലാം ഹൈ ക്ലാസ് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും അല്ല, ചെറിയ ചെറിയ സിനിമകൾ ഒരുപാട് ഇറക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ തിയേറ്ററിലെ വിജയമാണ്. നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കപ്പെടുന്നുണ്ട് ആ സിനിമകളൊക്കെ. അത് ഓരോ നിർമ്മാതാക്കളും ഉണ്ടാക്കുന്നൊരു ബ്രാൻഡിങ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ബേസിൽ ജോസഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫിന്റെ സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്. ആ ഒരു പാറ്റേൺ വരുന്നത് നമുക്കറിയാം, ഇന്നൊരു പാറ്റേൺ ആയിരിക്കാം ആ ഒരു സിനിമ എന്നൊരു ഊഹം നമുക്കുണ്ട്. അല്ലെങ്കിൽ ബേസിൽ ജോസഫിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പല സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് അതിനകത്ത് ഒരു ചെറിയ ഭാഗമാണെങ്കിൽ പോലും പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ സിനിമ ചിലപ്പോൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഓരോ സംവിധായകർക്കാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. വിനീത് ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വയലൻസ് മൂവിയായിട്ട് വരുന്നതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എല്ലാം ഒരു ഫാമിലി മൂവി ആയിരിക്കും, എല്ലാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്ക്രിപ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. കാരണം എത്ര ക്രിഞ്ച് അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലും വിനീത് ശ്രീനിവാസൻ അടുത്തൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രേക്ഷകരുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്, ഇതൊക്കെയാണ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് കൂടി കൂടുതൽ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രീതി ഉള്ളത് കൊണ്ട് അല്ല, അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ സിനിമകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പം ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വയലൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഫാമിലി എന്റർടൈനർ ആണെങ്കിലും സൈക്കോളജിക്കൽ മൂവികളാണെങ്കിലും ത്രില്ലർ മൂവികളാണെങ്കിലും അതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഏത് സിനിമയാണോ വേണ്ടത് അത് ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. പക്ഷേ ജനങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്ന സിനിമ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു ത്രെഡുള്ള സിനിമയായിരിക്കണം. പക്ഷേ സ്റ്റാർ വാല്യൂവിനെ പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ സ്റ്റാറുകൾ എത്ര പൈസ കൊടുക്കാൻ ആ ഒരു വിഷയം പറയുന്നത് വളരെ ഒരു എന്താ പറയുക അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മള് പോക്രി രാജയുടെ 2ാം ഭാഗം പറയും മധുരരാജ, അതിലൊരു 5 മിനിറ്റുള്ള പാട്ടിലേക്ക് സണ്ണി ലിയോൺ അവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ 1.5 കോടിയാണ് കൊടുത്തത്. 5 മിനിറ്റത്തേക്കുള്ള സോങ് ആണ്. പക്ഷേ ആ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ കാണാൻ വേണ്ടി എത്രയോ ആൾക്കാരാണ് തിയേറ്ററിലേക്ക് പോയത്. ആ ഒരു സിനിമ സണ്ണി ചേച്ചി ഉണ്ട് ആ സിനിമ, അതുകൊണ്ട് കാണാൻ പോയി കണ്ട ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സുരേഷ് കുമാർ ഇതൊക്കെ ആലോചിക്കാത്തത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാരണം ആ ഒരു സ്റ്റാറിനെ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുണ്ട്. തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അല്ല, ഒരു നിർമ്മാതാവ് പടം എടുക്കുമ്പോൾ സ്റ്റാറുകൾക്ക് അപ്പുറത്തേക്ക് നല്ല സംവിധായകരാണോ നല്ല ക്രൂ ആണോ അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. അപ്പൊ ഈ നല്ല ക്രൂവും നല്ല സംവിധായകരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ പോലും പലരും പറയുന്ന ഒരു കാര്യമാണ്, തങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരു ഒത്തൊരുമ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അത് എല്ലാ താരങ്ങളും ഏത് ബോളിവുഡ് ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും അവിടെ നിന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ നയൻതാര തന്റെ വെഡിങ് ഡോക്യുമെന്ററി ഇറക്കിയ സമയത്ത് തന്നെ ധനുഷ് തന്റെ സിനിമയിലെ ഭാഗം എടുത്തു എന്ന് പറഞ്ഞ് കേസൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരുപാട് താരങ്ങൾ ഇത്തരത്തില് തമ്മിൽ ഒരു ഈഗോ ക്ലാഷസ് ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പല ഇൻഡസ്ട്രികളും നിന്നൊരു കാലഘട്ടത്തിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മലയാള സംഘടന വളരെ ഒന്നിച്ചാണ് പോകുന്നത്. അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ തന്നെ എന്ത് ഒരുമയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോഴാണ് അമ്മ സംഘടനയിൽ ഒരു കൂട്ടം പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് സുരേഷ് കുമാർ നിർമ്മാണ സംഘടനയിലും കുറെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. സിനിമാ മേഖല മുഴുവൻ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനി നാളത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.